രാവിലെ കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോയേക്കാം. ഡീസലിന് ജമ്മുവിൽ വിലക്കുറവാണ്. നമ്മൾ ജമ്മു എടുക്കാറായി. ഇവിടെ എത്ര വില? ഇവിടെ ഡീസലിന് വില 93 രൂപ 6 പൈസ. 93 രൂപയേ ഉള്ളൂ. വില കുറവുണ്ട്. വിലക്കുറവാ. നമ്മൾ കുറച്ച് മുകളിലൊരു പമ്പിലായിരുന്നു കിടന്നേ. പമ്പിൻ്റെ വാഷ്റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഏറ്റതേ വിട്ടു പോന്നു. അതെ, വെളി നിന്നപ്പോൾ പിന്നെ അകത്തോട്ട് കയറേണ്ടി വന്നില്ല. പൊന്നു ഇന്നലെ കിടന്നപ്പോഴേ എന്നോട് പറഞ്ഞു രാവിലെ, അപ്പോൾ ആ പമ്പ് കൊള്ളത്തില്ലായിരുന്നു, അവിടെ വാഷ്റൂം ഭയങ്കര മോശമായിരുന്നു. നിങ്ങൾ രാവിലെ വാഷ്റൂം നല്ലതാണോ നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നല്ലോ. ഇവിടെ വന്ന് കുറേ നേരമായിട്ട് ഇപ്പം ലേഡീസിൻ്റെ വാഷ്റൂമിൽ ആളുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് പൊന്നു തട്ടിയിട്ട് കഥ തുറന്നില്ല. ഞാനിപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല, കയറിക്കോളാൻ പറഞ്ഞു. കയറിക്കോളാൻ പറഞ്ഞു. ഒന്നേ അങ്ങോട്ട് കയറിയുള്ളൂ. തിരിച്ചതേപോലെ ഇത് കമ്പനി പമ്പാണ്, ഇന്ത്യൻ ഓയിലിൻ്റെ. അപ്പം ആദ്യം നീ പോയപ്പോഴോ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ പോയിട്ട് വന്നു. അപ്പം അത് ഫ്ലഷ് ചെയ്തിട്ട് പോലുമില്ല. അല്ല 6 മണി to 11 മണി വരെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ക്ലീൻ ചെയ്യാനുള്ള ആൾ വന്നിട്ടില്ലെന്ന് പറയുന്നത്. എയർപോർട്ടിൽ നല്ലൊരു വാഷ്റൂം കണ്ട. പിന്നെ ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം സോപ്പൂരിലെ മാർക്കറ്റിന്റെ അടുത്ത പമ്പ്, തൊട്ടടുത്തുള്ള പമ്പിലെ വാഷ്റൂം. അത് നല്ല അടിപൊളി വാഷ്റൂം ആയിരുന്നു. ഇപ്പൊ ഇത്രയും നാളെ യാത്ര ചെയ്തതില് ഇന്ത്യയില് അതുപോലൊരു പമ്പ്, അതുപോലൊരു വാഷ്റൂം ഞാൻ കണ്ടിട്ടില്ല. പമ്പില് പബ്ലിക് ടോയ്ലറ്റ് അത്രയും നല്ല ഒരെണ്ണം. അതല്ലാണ്ട് വേറെ ഞാൻ നല്ല ഒന്നും കണ്ടിട്ടില്ല ഈ ട്രിപ്പില്. അവിടെ കണ്ടോ, വാഷ്റൂമിലേക്ക് പോകുന്ന വഴി നല്ല മാറ്റിട്ടിട്ട് അവിടെ ചെരുപ്പ് വരെ, നമ്മുടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കയറി ചെന്നിട്ട് ടോയ്ലറ്റിനകത്ത് ഉപയോഗിക്കാൻ ഒരു ചെരുപ്പ്, നടക്കാനൊരു ചെരുപ്പ് അങ്ങനെ അവിടെ ഇട്ടേക്കുക. അപ്പൊ അത്രയും നീറ്റായിട്ടുള്ളൊരു, അത് എപ്പോഴും ക്ലീനിങ് ഉണ്ട്. കുറച്ചേര് കയറി അങ്ങുമ്പോൾ തന്നെ അവരെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന്റെ ഓണറെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അപ്പൊ ആ നടത്തുന്ന ആളുടെ ഒരു ഇതനുസരിച്ചിരിക്കും. പുള്ളി കണ്ടോ, പുള്ളി എന്നാ ഇതായിട്ടാണ് ഓരോ കാര്യങ്ങൾ. നമ്മളവിടെ പാർക്കിങ്ങിന് പൈസ പോലും മേടിച്ചില്ല. അവിടെ അവരുടെ പമ്പിന്റെ ബാക്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടാ. 200 രൂപ ഒരു വണ്ടി പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് മേടിച്ചില്ല. എന്നാന്നറിയോ, എന്തുകൊണ്ടാന്നറിയോ? നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് തന്നെയല്ലേ, ലേഡീസ് ഇങ്ങനെ ഒരു പണി ചെയ്യുന്ന ഭയങ്കര ഒരു സംഭവമാണ് എന്നും പറഞ്ഞ് അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ വലിയ ഭയങ്കര ഒരു ജോലിയാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു അവിടെ കിടക്കോ, റൂം എടുക്കണോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലല്ലോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് അവിടെ സ്റ്റാഫിനോട് പറഞ്ഞായിരുന്നു അവിടെ പമ്പിൽ ഒരു റൂം അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്ക് അതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ അയാൾ എങ്ങനെ ചെയ്യുന്നോ അതനുസരിച്ച് അവിടുത്തെ സ്റ്റാഫും വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ഇതിനൊന്നും വലിയ ഇത് കൊടുക്കുന്നില്ലെങ്കിൽ, പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ സ്റ്റാഫ് ഒന്നും ശ്രദ്ധിക്കുകയില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ അവരെ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ അവരവിടെ നിന്നു. അത്രേ ഉള്ളൂ. ഇന്നത്തെ എന്റെ ദിവസം പോയി. ഇന്നത്തെ നല്ല മിക്ക ദിവസം ഇപ്പൊ പോക്ക ഇങ്ങനെ കണി കാണുന്ന മിക്കാറും ഇങ്ങനെ അല്ലേ. ഇതിന് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയ കട്ര വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് പോവാം. എന്താണേലും നമുക്കുണ്ടല്ലോ ലോറിയിൽ ഒരു ടോയ്ലറ്റ് ചെയ്തിട്ട് ഒരു കാര്യമുള്ളൂ. അത് വരണം. അങ്ങനെ ഒരു നിയമം വരണം. ടോയ്ലറ്റുകൾ വണ്ടിയിൽ വെക്കാൻ പറ്റുമെന്നുള്ളേ. അല്ല, അതെ, അത് നമ്മൾ എന്ത് ചെയ്തിട്ടാണേലും നമുക്ക് അത് അതിനെ കുറിച്ച് നമുക്കൊന്ന് കാര്യമായിട്ട് ചിന്തിക്കാം. ഇത് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ. അവരുടെ നമ്പറിൽ വിളിച്ചിട്ട് അവർ എടുക്കുന്നൊന്നുമില്ല. എടുക്കാനില്ല, കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ല. ഒരു നമ്പർ റിങ് ചെയ്തു, പക്ഷെ ആരും എടുത്തില്ല. മറ്റേ നമ്പറിൽ കോളേ പോകുന്നില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെയിൽ ചെയ്തു. റിപ്ലൈ ആയിരുന്നു നോക്കാം. അത് പിന്നെ ഫോളോഅപ്പ് ചെയ്യണം. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ഈ ഉപയോഗിക്കുന്നവരുടെ നല്ലപോലെ നോക്കി ഉപയോഗിച്ച ഈ ഒരു പ്രശ്നമില്ല. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് ഇത് വേറൊരാൾക്ക് യൂസ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതില്ല ആർക്കും. അതുകൊണ്ടാണ് കുഴപ്പം. നമ്മുടെ ഈ യാത്രയിലെല്ലാം ഏറ്റവും പ്രശ്നം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്, ഈ വാഷ്റൂമാണ്. ഞാൻ ഇത്ര ദിവസം പറയണ്ടെന്ന് ഓർത്തിരുന്ന കാണുന്നത് ഇങ്ങനെയാണല്ലോ. അതെ, ചെല്ലിടത്തെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. എല്ലായിടത്തും അവസ്ഥ ഇതാ. പക്ഷെ നമ്മൾ പ്രതികരിച്ചാലേ ഇതിനൊരു മാറ്റം വരത്തുള്ളൂ. അതാണ് വേറൊരു കാര്യം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോവും. അതെ. അപ്പം നമ്മുടെ വലിയ ടണലുകളെല്ലാം കഴിഞ്ഞു. ഇപ്പം ചെറിയ 2-3 ടണലുണ്ട്. ഇവിടെ ചെറിയ 2-3-4 ടണലുണ്ട്. ഇതേപോലെ ചെറിയ ടണൽ. ഈ സൈഡിൽ കൂടെ എല്ലാം ഉറവയാ. അതിന് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് പൊട്ടിപ്പോവല്ലേ. കണ്ടോ, ഒരെണ്ണം ഇറങ്ങി. ഒരു മല നമ്മളിപ്പറേ കിടന്നു. അടുത്ത് ചെറിയ ടണല. NH 44 ജമ്മു 36 കിലോമീറ്റർ. ഒരു കാർ ആക്സിഡൻ്റ് ആയി കിടക്കും. 2 ടണൽ നമ്മൾ ഇറങ്ങി. ഇനി ഇതേ 3ാമത്തേലേക്ക് കയറുക. ഇതുണ്ടോ, ഇവിടെ വന്ന് ഇടിച്ചാൽ. അയ്യോ, നല്ല ഇടിയായിരുന്നല്ലോ. എല്ലാം കണ്ടോ, ചെറിയ ടണലാ.
പിന്നെ ഈ ടണലിലേക്ക് കയറിയപ്പോ ഒരു 5.5 എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ, 5.5 മീറ്റർ എന്നുള്ളത്. അത് ഹൈറ്റ് കേട്ടോ, 5.5 മീറ്റർ ഹൈറ്റ് ഉള്ള ലോഡുകളെ പോകത്തുള്ളൂ അതില് മൊത്തം. വണ്ടിയുടെ നിലത്തു നിന്നുള്ള പൊക്കം 5.5 മീറ്ററേ ഉള്ളൂ. അതിൽ കൂടുതൽ പൊക്കമുള്ള ആ വണ്ടിയിൽ ലോഡെങ്കിൽ ഇതിലെ പോകത്തില്ല. അത് ടണലെന്ന് മാത്രമല്ല, നാഷണൽ ഹൈവേയില് പാലങ്ങള് അടി കൂടെ മുകളിൽ കൂടെ പാലം പോകുന്ന കാണത്തില്ലേ, ഓവർബ്രിഡ്ജ്, അതിന്റെ എല്ലാ അടിയിലത്തെ അളവെന്ന് പറഞ്ഞാൽ ഈ 5.5 മീറ്ററാ. അതുപോലെ റെയിൽവേ പോകുന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ 5.5 മീറ്ററാണ്. അപ്പോൾ 5.5 മീറ്റർ നിലത്തുനിന്ന് 5.5 മീറ്റർ പൊക്കത്തിൽ കൂടുതൽ ആ വഴിയൊന്നും പോകത്തില്ല. ഇതുണ്ടോ, ഇത് പഴയ വഴിയായിരുന്നു പണ്ടത്തെ. ഈ ടണലൊക്കെ വരുന്നതിന് മുമ്പത്തെ വഴിയാണ്. അതിലെ ഞാൻ വന്നിട്ടുണ്ട്. ഇതുണ്ടോ 5.5 മീറ്റർ എന്ന് എഴുതിയേക്കുന്നത്. ഈ ഹൈറ്റ് 5.5. അപ്പോൾ അതാ ചില സ്ഥലങ്ങളിൽ വലിയ മെഷീനറി ഒക്കെ കൊണ്ടുപോകുന്നിടത്ത് ഇപ്പം ഇങ്ങനെ വരുന്നിടത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ടണലിലൊന്നും ചെയ്യാൻ പറ്റിയല്ല. അല്ലാതെ ചില ഇപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജാന്ന് വെച്ചു, ഒരു റെയിൽവേയുടെ ഒരു ഓവർ ബ്രിഡ്ജ് പോവാ, അവിടെ 5.5 മീറ്ററിന് മുകളിലുള്ള സാധനം വന്നാൽ ചില സ്ഥലങ്ങളിൽ മാസങ്ങൾ ഈ വണ്ടി അവിടെ കിടക്കും. നമ്മുടെ ഈ പുള്ളർ പോലുള്ള വണ്ടികൾ വലിയ മെഷീനറിയൊക്കെ കൊണ്ടുപോകണം. അവിടെ കിടന്നിട്ട് ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രത്യേക പെർമിഷനൊക്കെ എടുത്തിട്ട് അതങ്ങനെ ഒരു ഇതുള്ളതാണെങ്കിൽ എന്നിട്ട് ഈ റോഡ് കുഴിക്കും, താത്തിട്ട് അങ്ങനെ പോകും. ചിലപ്പോൾ അവിടെ 6 മാസം 1 വർഷമൊക്കെ ഈ വണ്ടി അവിടെ കിടക്കേണ്ടി വരും. താത്തിട്ട് അതിലെ പോയി കഴിഞ്ഞിട്ട് റോഡ് വീണ്ടും പഴയ അവസ്ഥയിലാക്കി കൊടുക്കും. പഴയ അവസ്ഥയിൽ എന്നിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ റെയർ ആയിട്ടാണ്. അയ്യോ, ഈ വണ്ടി ഉറങ്ങിപ്പോയി വന്ന് ഇടിച്ചാന്ന് തോന്നുന്നത്. അതുകൊണ്ടോ അതിലേക്ക് ഇടിച്ച് കയറി. അയ്യോ, നല്ല ഇടിയാ. ഈ ലോക്കൽ വണ്ടിക്കാരെ, അത് ബസ്സാണേലും ലോറി ആണേലും ടാക്സി വണ്ടികളാണേലും പിടി വിട്ടുള്ള പോക്കാ പോകുന്നത്. ഒരു മായവും ഇല്ല. അവർ സ്ഥിരം ഓടുന്ന വഴിയല്ലേ. അതുകൊണ്ടാ. അതുപോലെ ഈ ടൂറിസ്റ്റുകളെയും കൊണ്ടൊക്കെ പോകുന്ന വണ്ടികൾ, ട്രാവലറും ഇന്നോവയൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മായവും ഇല്ല. ഒരാൾ അതിന്റെ പുറകെ വല്ല സാധനം ഉണ്ടോ എന്ന് നോക്കാണ്ടേ ചാടി രണ്ടുമൂന്ന് പേര് ഇരിപ്പുണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാനാന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയുടെ പുറകിലും കയറിയായിരുന്നു. വെൽക്കം ജമ്മു ഡെവലപ്മെന്റ് അതോറിറ്റി. നമുക്ക് ഇറങ്ങി പോകേണ്ട വഴിയുണ്ടോ? പുതിയ ഹൈവേ പണി നടക്കുന്നത്. നോക്കി എന്നാ പൊക്കത്തിൽ കൂടെ നോക്കി. അത് പണി തീർന്ന ഇനിയിപ്പോൾ അതിലേ പോകായിരിക്കും അല്ലേ? പണി തീർന്ന മിക്കവാറും അതിലേ പോവാം. നോക്കി, ഇതന്നാണ് ഇത്രയും ഹൈറ്റിൽ പണിയുന്നത്. താഴെ ഈ തൂണിനൊക്കെ എന്നാ പൊക്കമാണെന്നറിയോ? ഇതിപ്പോ ഇങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുക. ഇപ്പൊ കണ്ട വഴി കൂടെ അത്ര ഹൈറ്റിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇപ്പൊ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലും. ആ ലോറി വരുന്നുണ്ട്, അതിലേ നമ്മൾ ഇറങ്ങി വന്നേ. ഇത് അങ്ങോട്ട് പോകുന്ന പാലം, അപ്പുറത്തെ സൈഡിലത്തെ പാലത്തെ കൂടെ നമ്മളിപ്പം ഇറങ്ങി വന്നേ. കണ്ടോ പുതിയ ഹൈവേ വരുന്ന പാലത്തിന്റെ പൊക്കം കണ്ടോ? അയ്യോ, എന്നാ പൊക്കത്തിലാ പോകുന്നല്ലേ. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ഡയറക്റ്റ് അങ്ങ് പോവാ. ഇത്രയും പൊക്കത്തില് നമ്മുടെ കൊങ്കണിലെ പാലങ്ങൾ പോലെ, റെയിൽവേ ലൈനിലെ ഉള്ള പോലുള്ള പാലങ്ങളാ. എന്നാ വലിയ തൂണാന്ന് നോക്കി. എന്നാ വണ്ണമെന്ന് നോക്കിയ വീഡിയോ കണ്ടാ അത്ര മനസ്സിലാവില്ല. ഭയങ്കര വണ്ണമായി തൂണിന്. ആ ലോറി പോകുമ്പോ കണ്ടോ? അതെ, ആ മലയുടെ പൊക്കത്തിലാണ് തൂണ് വാർത്തേക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ പോകുന്നത്. അപ്പൊ ലെവൽ റോഡായിരിക്കും. വലിയ കയറ്റ ഇറക്കമൊന്നും ഇല്ലാതെ ലെവലായിട്ട് അങ്ങ് പോക്കോളും. SMVD യൂണിവേഴ്സിറ്റി. SMVD എന്ന് പറഞ്ഞാൽ ശ്രീ മാതാ വൈഷ്ണോദേവി യൂണിവേഴ്സിറ്റി. അതാ കട്ടറയിലാണല്ലോ വൈഷ്ണോദേവി ക്ഷേത്രം. കട്ടറയിൽ നിന്ന് കയറി പോകണം, നടന്ന് കയറി പോകണം 10-12 കിലോമീറ്റർ. ആ മല കയറി ഒരു മലയുടെ മുകളിലാണ്. നടക്കാന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ നടന്ന് ചെന്നിട്ട് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ചെന്നിട്ട് അവിടുന്ന് ഇലക്ട്രിക് കാർ ഉണ്ട് 6 കിലോമീറ്റർ. അല്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണോ പറയുന്നത് അതോ കട്ടറാദേവി? അല്ല, യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞപ്പോ അവിടെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ കാര്യം കൂടെ പറഞ്ഞെന്നുള്ളൂ. ഞാൻ തെറ്റിദ്ധരിച്ച്. ക്ഷേത്രത്തിലേക്ക് പണ്ട് ഞങ്ങൾ ആദ്യം വന്നപ്പോ ഒന്ന് പോയതാ. പിന്നെ ഇതുവരെ പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സമയമില്ല, എന്നിട്ട് പോയില്ല. ഇനി നമുക്ക് അടുത്ത് വരുമ്പം വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്ന് പോകണം. ഇപ്പൊ പറയുകയാണെങ്കിൽ നല്ല കാലാവസ്ഥയായിരുന്നു. എന്നു വെച്ചാൽ വലിയ തണുപ്പില്ലായിരുന്നു. അതെ, ഇതുപോലത്തെ സമയത്ത് വേണം പോവാൻ. മഴയൊക്കെ തുടങ്ങി പെയ്ത് നദിയിലൊക്കെ വെള്ളമായി വരുന്നേ ഉള്ളൂ. അതെ, രാവിലെ എങ്ങനെ കടയിൽ നിന്ന് കഴിക്കുന്നോ എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നോ? രാവിലെ കടയിൽ നിന്ന് കഴിക്കാം. ആണോ? അപ്പൊ ഏതെങ്കിലും കടയ്ക്ക് നിർത്ത് വിശക്കാൻ തുടങ്ങി. എന്നിട്ട് ഉച്ചയ്ക്ക് വെച്ചേക്കാം. ഇവിടുന്ന് വലത്തോട്ട് പോയാലും ജമ്മു ടൗണിലേക്ക് പോവാം. അല്ല, ഈ പാലത്തിന്റെ മുകളിൽ കൂടെയാണ് പുതിയ റോഡ് പോകുന്നത്. താവി നദിയായത്. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. മഴ പെയ്ത് ഇനിയിപ്പം വെള്ളം വരുമായിരിക്കും നദിയിലൊക്കെ. ഇവിടെ മഴ തുടങ്ങിയതേ ഉള്ളൂ. ഇതേ നല്ല വീതിയുള്ള നദിയാ, വലിയ നദിയാ. രാവിലെ വിശക്കുന്നുണ്ടോ? ഇത് ചെറുതായിട്ട് എടുത്തോ. അത് കഴുകാം. കൊറേ ദിവസമായിട്ട് ആപ്പിളിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് രാവിലെ. അതെ, ആപ്പിള് ഇഷ്ടംപോലെ വണ്ടി ഇരിക്കുന്നോണ്ടേ വിശക്ക് വന്നുണ്ടെങ്കിൽ അന്നേരം ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുക.
അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ചൂലൊക്കെ കയറ്റി ശ്രീനഗറിൽ ഇറക്കിയതാ. പിന്നെ ഒന്ന് ലഡാക്ക് ഇറങ്ങാൻ പോയി, കറക്കം എല്ലാം കഴിഞ്ഞ് 3-4 ദിവസം ലോഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇപ്പൊ നേരെ നമ്മൾ എങ്ങോട്ടാ? തിരിച്ച് ജമ്മു എത്തി. അതെ, ജമ്മു ആവുന്നു. അപ്പൊ ഇനി നമ്മൾ പഞ്ചാബിലേക്ക്. പഞ്ചാബിൽ ലോഡ് കിട്ടുമോ? പിന്നെ ലോഡ് എവിടെ നിന്നാലും കിട്ടും. അപ്പോഴേ രാവിലെ വല്ലതും കഴിച്ചിട്ട് പോവാം. ഇവിടെ ചായ മാത്രമേ ഉള്ളൂ. അതെ, രാവിലെ ഒന്നും ആകുകയല്ലേ, കുറച്ചുകൂടെ കഴിയണം. ഇവിടെ രാവിലെ 9 മണിയല്ലേ ആയുള്ളൂ, ഇവിടെ കട തുറക്കാറായിട്ടില്ല. ഈ സമയം മതിയായിരുന്നല്ലോ, നിങ്ങൾക്ക് വല്ല ഉണ്ടാക്കത്തില്ലായിരുന്നോ? ഉണ്ടാക്കത്തൊന്നുമില്ല, ഇന്ന് രാവിലെ വെളിന്നല്ലേ കൊച്ച? കൊച്ച പറഞ്ഞു ഞങ്ങളുടെ തീരുമാനം എന്നാന്നുള്ള, ഞങ്ങള് വെളിയിൽ നിന്ന് കട കഴിക്കാൻ തീരുമാനിച്ചു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. 2 ആപ്പിളൂടെ എടുത്ത് കഴിച്ചോ, വിശപ്പ് മാറട്ടെ. രണ്ട് ആപ്പിളോടെ കഴിക്കുന്നോ? ഓ, 2 ആപ്പിൾ ഞാൻ കഴിച്ചു. ഇനി ഇപ്പം വേണ്ട. ചെറുതല്ലേ കഴിച്ചത്, ഒരെണ്ണോടെ കഴിക്കാം. നീ എന്നേലും കടയിൽ നിന്ന് കഴിക്കുന്നേ ഉള്ളൂ. കട നോക്കാം നമുക്ക്. കടയിൽ നിന്ന് മതി. ആപ്പിൾ വേണ്ട. അതുകൊണ്ട് അവിടെ എല്ലാം പണിക്കാരാ കേട്ടോ. രാവിലെ പണിക്ക് പോകാനുള്ള പണിക്കാരിരിക്കുന്നു. എന്താ ആൾക്കാരെന്ന് നോക്കി. ഇതുകൊണ്ട് ഒരു കാറ് കിടക്കുന്നുണ്ട്. ഓ നോക്കി, വണ്ടിക്ക് വലിയ പണിയൊന്നുമില്ല. മഴയാണല്ലോ. മഴയാണ്, അങ്ങോട്ട് മഴയാന്ന് തോന്നുന്നു. മൂടലാന്ന് നോക്കി. നമുക്കെന്നാ പിന്നെ ഏക്കാലും ജമ്മു ആയി. എന്നാ പിന്നെ അജിയച്ചന്റെ അടുത്ത് പോയി കഴിക്കാം. എന്നാ പിന്നെ അങ്ങോട്ട് പോയ കാര്യം ഓർത്തില്ലല്ലോ. അജിയച്ചനെ വിളിച്ചപ്പോഴേ പൊറോട്ടയും ചിക്കൻ കറിയും തരാന്ന് പറഞ്ഞു. ഞാൻ സ്പീക്കർ ഇട്ടാ സംസാരിച്ചേ. അന്നേരത്തേനും 2 പേരുടെ സന്തോഷം. ഇന്ന് അച്ഛന്റെ അടുത്ത് നിന്ന് അവിടുന്ന് ജോയിസ് കഫേന്നേ കഴിക്കുന്നുള്ളൂ, ആപ്പ് കുടിക്കുന്നുള്ളൂ. ഇത് വലിയൊരു എലിവേറ്റഡ് ഹൈവേ പണിത് വരുന്നേ. ഇത് പണിത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മുകളിൽ കൂടെ അങ്ങ് പോയാൽ മതി. അതെ, ട്രാഫിക് ഒന്നും ഇല്ലാതെ അങ്ങ് ഓടി പോയാ മതി. അല്ലെങ്കിൽ ഇവിടെ വലിയ ട്രാഫിക് ഒന്നും ഇല്ല. ഇപ്പൊ പണി നടക്കുന്നോണ്ടുള്ള ട്രാഫിക്കേ ഉള്ളൂ. കണ്ടോ, 2 സൈഡും കണ്ടോ, ഈ ക്രെയിനായത് അപ്പുറ സൈഡിലും ഉണ്ട്. ഇതുപോലെ തന്നെ ഈ ബീമുകൾ എടുത്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നു. അതെ, അത്രയും വീതി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ജമ്മു സിറ്റിയാ. ഇവിടെയൊക്കെ ഏകദേശം പാലത്തിന്റെ പണികൾ ഏകദേശമൊക്കെ ആയി. ഈ സൈഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തേക്കുക. അവിടെ എന്തോ കുഴിയൊക്കെ കുഴിച്ചിട്ടേക്കുക. ഇവിടെ കലുങ്കുമല്ല പണിയായിരിക്കും അവിടെ. അത് തന്നെയല്ലെന്ന് തോന്നുന്നു. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാണ് അല്ലേ? അതവിടെ തടഞ്ഞു നിർത്തിയേക്കുന്നത്. ആണോ? പോലീസുകാരനൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ ബസ്സിലെ ആളാന്ന് എനിക്ക് തോന്നുന്നത്. അതെ അല്ലേ, കയറിയില്ലേ? അതെ ബസ്സേ കയറി. പുള്ളി അവിടെ ഇല്ലെങ്കിൽ കയറ്റം നടക്കുകയല്ല, അതിന് വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തി. കണ്ടോ ബസ്സിന്റെ സൈഡിൽ നിൽക്കുന്നു. എങ്ങനെയുണ്ട്? അതിനെ കാക്കി പാൻറ്റിട്ടേക്കുന്നേ പെട്ടെന്ന് നോക്കുമ്പോ ആണെന്നുള്ളൊരു തോന്നലുണ്ടാകും. അത്ര ഇടയിലെ ഒരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇവിടെ എല്ലാം ട്രിപ്പ് വെക്കുന്ന ഈ ചെറിയ വണ്ടിയാ. 407 കണ്ടോ, നദിയിൽ കൂടെ ഒഴുകി വന്നേക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം കണ്ടോ എന്തേരെയാന്ന്. എന്ത് ക്രെയിനാ ഇവിടെ കിടക്കുന്നത് അല്ലേ ഈ പണി നടക്കുന്നിടത്തേ. വലിയ ക്രെയിനുകളാ. ഇവിടെയൊക്കെ ഏകദേശം പണി പൂർത്തിയായെന്ന് തോന്നുന്നു. കുറച്ച് പണികളൊക്കെ തീരാനേ ഉള്ളൂ. ഇതിനടിയിൽ കൂടെ ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ഹൈവേ പണിതേക്കുന്നോണ്ടേ അടിയിൽ എന്നാ വെയിലും ഇല്ല, മഴ പെയ്താൽ നനയുകയില്ല. നല്ല വീതിയുണ്ട്. നല്ല വീതി. അപ്പോഴേ വണ്ടി ഇവിടെ എങ്ങാനും ഒതുക്കുക, കാപ്പ് പിടിച്ചിട്ട് പോവാം. ഇവിടെയൊക്കെ അപ്പറയാ, ഇങ്ങോട്ട് ഒതുക്കിക്കോ. കടയുടെ മുന്നേ കൊണ്ടേ ഒതുക്കത്തുള്ളൂ. അത് ശരി. ഒത്തിരി ദിവസം കൂടി 2 പൊറോട്ട കഴിക്കാം. അതെ, പൊറോട്ട ചിക്കൻ കറി. അതെ. അപ്പൊ ഇത് നമ്മുടെ ഒരു ഇടത്താവളം ആയേക്കാ ജമ്മുവില്. തിരിച്ചു വന്ന് അച്ഛൻ്റെ അടുത്ത് കയറി, അജയച്ചൻ്റെ അടുത്ത് ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ രാജേഷ് ഭായിക്ക് സന്തോഷമായി. പിന്നെ രാജേഷ് ഭായി സ്പെഷ്യൽ ആണോ? പൊറോട്ടയുടെ ആളാണ്. പക്ഷെ പൊറോട്ട അടിക്കുന്ന ആള് അല്ല, ഞാൻ രണ്ടുപേരും. ഈ സംഭവം അമേരിക്ക വരെ അറിയാം. ലോകം മൊത്തം അറിയാലോ. ഇന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ട്, ചോദിച്ചു അവർക്ക് നല്ലതായിട്ട് പൊറോട്ട അടിക്കാൻ അറിയാം. അവര് ചായക്കൂടെ ഉണ്ടായിരുന്നവരാ, നോക്കിയും കണ്ടും സംസാരിച്ചോണോന്ന്. കൊറേ കാലം. അപ്പം നമ്മുടെ ഒരു ആന്റിയും അങ്കിളും ശോശാമ രാജു, അവര് നിങ്ങൾ വരുന്നോടം വരെ എഴുന്നേറ്റിരിക്കുവായിരുന്നു അമേരിക്കയിൽ. ഇപ്പൊ ഉറങ്ങി കാണും. അവര് പറഞ്ഞ് ഞങ്ങളുടെ കാര്യം ഒന്ന് പ്രത്യേകം പൊറോട്ട അടിക്കാൻ ആളെ വേണമെങ്കിൽ അവരും കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്കിളിനെ ആന്റിയും പ്രത്യേകം അന്വേഷണം. തീർച്ചയായിട്ടും പറയാം. പൊന്നിനോട് പ്രത്യേകം പൊന്നു പറഞ്ഞു അവിടെ മഴയില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ ഇവിടെ മഴയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ മഴയുണ്ട്. ശ്രീനഗറിൽ മഴയില്ലായിരുന്നു. രണ്ട് സൈഡാണല്ലോ. നല്ല കാലാവസ്ഥയിലായിരുന്നു. ചൂടായിരുന്നു. ഗ്രീൻ ആയിരുന്നു അല്ലേ? പച്ചപ്പുണ്ടായിരുന്നു. കാണാനും നല്ല രസമാണ്. എനിക്കൊന്ന് നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തല്ലേ?
അപ്പൊ ഒത്തിരി നന്ദി കേട്ടോ. ആയിക്കോട്ടെ. ഒത്തിരി അപ്പം നന്ദി. ഇനി ഇടയ്ക്ക് വരുമ്പോ കാണാം. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കൂടുന്നു. ഇനിയും വരും. ആ കുറെ പരിപാടികളുണ്ട്. അതെ അപ്പൊ എല്ലാവർക്കും നന്ദി, കടയിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ശരി അച്ഛാ. വൈകുന്നേരത്തേക്ക് വല്ലതും രാവിലെ കടന്ന് കഴിക്കുക, ഉച്ചയ്ക്ക് എന്നിട്ട് ചോറ് വെക്കാന്നും പറഞ്ഞായിരുന്നു. ഇവിടുന്ന് കഴിച്ചപ്പോ തന്നെ ഉച്ചയായി. 11 മണി ആയില്ലേ കാപ്പി കുടിച്ചപ്പോ. അപ്പൊ ഇനി നമുക്ക് നേരെ വിട്ടേക്കാം. പെട്ടെന്ന് ജമ്മു ആൻഡ് കാശ്മീർ ഓടി തീർന്ന് പഞ്ചാബിലേക്ക് കയറാം. പഞ്ചാബിൽ കയറിയിട്ട് നമുക്ക് ചോറ് വെച്ചേക്കാം. ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതെ, എല്ലാം മെയിൻ ഡ്രൈവറുടെ ഇഷ്ടം. എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. ഇതെല്ലാം കയറ്റി പിടിപ്പിക്കേണ്ടതാണ്. എടുത്തുകൊണ്ട വെച്ചാ മതി. അതെ, ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേയുടെ പണിയാണ് നടക്കുന്നത്. ഈ ഹൈവേ പണി തീർന്നാണ്ടല്ലോ നേരെ ഇതിന്റെ മുകളിൽ കൂടെ അങ്ങ് പോയാൽ മതി. ഓരോരിടത്തും ഇറങ്ങണം. എന്നാ സുഖമല്ലേ. ആ, പക്ഷെ ഒരു കട പോലും ഒരു വെള്ളം പോലും കിട്ടുക. അത് കിട്ടിയില്ല. അത് ശരിയാ, ന്യായമായിട്ടുള്ള കാര്യമാണ്. മുനിസിപ്പൽ കമ്മിറ്റി വിജയ്പൂർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് ജമ്മു എയിംസ് ഇത്. അതെല്ലാം ഇവരുടെ ക്വാർട്ടേഴ്സൊക്കെയാണ് സ്റ്റാഫിൻ്റെ. തള്ളി മാറ്റിയാ പോകുന്നുണ്ടോ? പത്താൻകോട്ട് 72 കിലോമീറ്റർ, കത്വ 45. സാമ്പ ഇറങ്ങണമെങ്കിൽ ഇതിലെ താഴെ കൂടെ ഇറങ്ങിപ്പോണം. എലിവേറ്റഡ് ഹൈവേ കുറേ ദൂരമുണ്ട്. സാമ്പ ടൗൺ മൊത്തം പാലത്തിനടിയിലായി. ജമ്മുവിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, മൊത്തം കലങ്ങി മറിഞ്ഞാ പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ നദിയിലൊന്നും വെള്ളം ഇല്ലായിരുന്നു. ഇതെല്ലാം സാമ്പയുടെ ഭാഗങ്ങളാണ്. അതെ, കുതിരക്കുളമ്പടി കേൾക്കുന്നുണ്ട്. ടയറെല്ലാം കല്ല് കയറിയിരിപ്പുണ്ട്. കിളി കുഴപ്പ, കിളി കല്ല് നോക്കുന്നേ ഇല്ല. വണ്ടി കാലിയായോണ്ട് കുഴപ്പമില്ല. അതെ, ഇവിടെ കുറച്ച് ദൂരം നമ്മൾ ഹിമാചലിൽ കയറുന്നുണ്ട്. കുറച്ചട മഴയും കൂടെ പെയ്തത് വഴിയെല്ലാം പോയി കുഴിയാ. ഇവിടെ കണ്ടോ, എന്നാ രസമല്ലേ പാലം മോളിൽ കൂടെ പോകുന്നത് കാണാൻ. അതെ, എത്ര കിലോമീറ്ററായി ഇങ്ങനെ ഈ എലിവേറ്റഡ് ഹൈവേ പോകുന്നത് നോക്കി. ഒരു സ്ഥലം എടുക്കാതെ റോഡിന്റെ നടുക്കൂടെ മാത്രം നടുക്ക് ഒരു തൂണേല്. ഇതുണ്ടോ, ഈ നദിയിൽ ഒട്ടും വെള്ളമില്ല, ശകലം വെള്ളമുള്ളൂ. വെള്ളം താന്നതാന്ന് തോന്നുന്നു കേട്ടോ. അധികം വെള്ളം വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കയറി വന്നായിരുന്നു. ശരിയാ, ഇതുണ്ടോ മുനിസിപ്പൽ കമ്മിറ്റി ഹിരാനഗർ വെൽക്കം. എന്നാ പറ്റി, ഇവിടെ ബ്ലോക്കാണോ? ഇല്ല, ആക്സിഡന്റ് ആണോ? അവിടെ ആൾ കൂടി നിൽപ്പുണ്ട്. അതെ, ബ്ലോക്കാന്ന് തോന്നല്ലോ. ഇല്ല, തട്ടോ മുട്ടോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ബസ് ഞാൻ വണ്ടിയുടെ പുറകെ തട്ടുകയോ എല്ലാം ചെയ്താണോ? തട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. JK വണ്ടിയാണല്ലോ. ഇവിടുത്തെ വണ്ടിയാ, ജമ്മുവിലെ വണ്ടിയാ. ഒരു ട്രെയിലറും കിടപ്പുണ്ട്. തട്ടിയതൊന്നും അല്ല. എന്നാ സംഭവം എന്ന് അറിയത്തില്ല. തട്ടിയിട്ടൊന്നുമില്ല. അടുത്ത എലിവേറ്റഡ് ഹൈവേ ഇതിപ്പോഴും കണ്ടോ ഓപ്പൺ ആയതേ ഉള്ളൂ. ഈ നദിയിലും കണ്ടോ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെ. ഇന്ന് ഏതൊക്കെയായാലും തെളിവാ. നമ്മൾ വന്നതിന്റെ ഐശ്വര്യമുണ്ട്. അതെ, സാധാരണ നമ്മൾ വന്നേച്ച് പുറകെ മഴയാ. ഇത് നമ്മള് വെയിലുമായിട്ടാ വന്നത്. പക്ഷേ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയപ്പോ മഴ പെയ്തില്ലായിരുന്നു. പക്ഷെ അതല്ലേ ഇപ്പൊ അജിയച്ചൻ പറഞ്ഞ കേട്ടില്ല, ഭയങ്കര മഴയായിരുന്നു. രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു പറഞ്ഞ് പോയി കഴിഞ്ഞ്. അതേപോലെ തന്നെയല്ലേ നമ്മള് പിന്നെ സോജില പാസ് കയറിയപ്പം നമ്മള് പോയി ഒരു കൂടി വന്ന 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാ മറ്റേ ബാൽത്താല് ഫ്ലഡ് ഉണ്ടായത്. ആ വഴി തന്നെ. ഈ സ്ഥലപ്പേരാണ് ചഡ്വാൾ മോറെ. തണുപ്പൊക്കെ പോയി നല്ല ചൂടായി. ഇനിയിപ്പോ അങ്ങോട്ട് ചൂടായിരിക്കും. ഇനിയിപ്പോ രാജസ്ഥാൻ കഴിയുന്നിടം വരെ ഇത് തന്നെ അവസാനം. ഇവിടെ കുറെ ഭാഗം വഴി തീർന്നിട്ടുണ്ട്, പണി തീർന്നിട്ടുണ്ട്. 6 ലൈനാ. 6 ലൈനാ. 6 ലൈൻ ഒരു ലൈൻ വേറെ ഉണ്ട്, 8 ലൈൻ ഉണ്ട്. അപ്പോൾ അത് കൂട്ടാൻ പറ്റില്ല, അതങ്ങനെ ഇട്ടേക്കുന്ന 6 ലൈൻ കൂട്ടിയാൽ മതി. 6 ലൈനും സർവീസ് റോഡ് ഡബിൾ ലൈനുമാണ്. അതെ, അതുകൊണ്ടോ 5 ലൈൻ ഒരു സൈഡിലേക്കുണ്ട്. 5 5 10 ലൈൻ. കത്വ ടൗണാണിത്. കാലിബാരി ചൗക്ക് കത്വ. ഒരു ടിപ്പറാണല്ലോ ഇത്. ആക്സിഡന്റ് ആയതാണെന്ന് തോന്നുന്നു. ക്യാബിനില്ല. അയ്യോ, എന്നാ ഇടിയായിരിക്കും പിടിച്ചേ. അതുകൊണ്ടോ ക്യാബിനില്ല. ലഖൻപൂർ 2 കിലോമീറ്റർ, ജലന്ധർ 131. ഈ ലഖൻപൂരാണ് പഞ്ചാബ് ജമ്മു ആൻഡ് കാശ്മീർ ബോർഡർ. ലഖൻപൂർ അവിടുന്ന് ചെക്ക് പോസ്റ്റ് പാസ്സായി ഇങ്ങോട്ട് വരുന്ന കാശ്മീരിലേക്ക് പോകാനുള്ള വണ്ടികളാണ് കിടക്കുന്നത് മൊത്തം. അപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ ഓടിത്തീരുകയാണ്. ഉടനെ തന്നെ പഞ്ചാബിലേക്ക് കയറും. ഇവിടെ കുറേ തട്ടുകടകളുണ്ട്. എത്ര കടയാന്ന് നോക്കിയേ. പൊന്നു സ്വീറ്റ്സ് എന്തെങ്കിലും വേണോ? സ്വീറ്റ്സ് അല്ലത് അല്ലേ? അങ്ങനെയുള്ള സാധനങ്ങളാ അതല്ലേ. ഒത്തിരി കടകളുണ്ട്. താങ്ക്സ് ഫോർ വിസിറ്റിംഗ്, പ്ലീസ് വിസിറ്റ് അഗൈൻ ലഖൻപൂർ ടോൾ പ്ലാസ. ഇവിടെ എന്തോ പണികളൊക്കെ നടക്കുകയാണല്ലോ, കോൺക്രീറ്റിങ് നടക്കുക. അപ്പം നമ്മളിത് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുകയാണ്.
ഇതുണ്ടോ, ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ചെക്ക് പോസ്റ്റാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ. പണ്ട് ഇവിടെയൊക്കെ എന്നാ തിരക്കായിരുന്നറിയോ? ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല, നിർത്തിയതാ സത്യം പറഞ്ഞാലേ. എന്നാലും അതിലെ ചെറിയ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ലഡാക്കും കഴിഞ്ഞു, ജമ്മു ആൻഡ് കാശ്മീരും കഴിയുന്നു. ഈ നദിയുടെ അക്കരെയാണ് പഞ്ചാബ്. ഇതുണ്ടോ, ഒരു ബിൽഡിങ് മൊത്തം പോയാണ്ടോ, ഇത് വെള്ളം വന്ന് പോയതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇതൊരു ചെക്ക് ഡാമാണ്. ഇത് നമ്മുടെ അമ്മാവൻ്റെ പേരിലുള്ള നദിയാണ് കേട്ടോ, രവി നദി. രവിയമ്മാവനല്ലേ? രവിയോ രാവി എന്നൊക്കെ പറയാം. അങ്ങനെയും പറയാം. അതെ. എന്നാ നീളം നോക്കിയാ ചെക്ക് ഡാം. ഏകദേശം ഇത് എനിക്ക് തോന്നുന്നു ഒരു 600-700 മീറ്റർ നീളം ഉണ്ടെന്ന്, 1 കിലോമീറ്ററിനടുത്ത് നീളമുണ്ട്. ഇവിടെ കുറച്ച് തുറന്നു വിട്ടേക്കുക, വെള്ളമൊന്നും അധികമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇത് പഞ്ചാബിലേക്ക് കയറി. ഇനി പഞ്ചാബിലൂടെ, പഞ്ചാബ് പോലീസ് പത്താൻകോട്ട്. ഇതുണ്ടോ, ഈ ടൈപ്പ് വണ്ടി പഞ്ചാബിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ ടെമ്പോയുടെ. നോക്കി, ഇതൊക്കെ ഒത്തിരി പഴയ വണ്ടികളാണ് കേട്ടോ, ഇപ്പോഴും ഇങ്ങനെ ട്രിപ്പ് വെക്കുന്നുണ്ട് ഇതിൽ. ഉണ്ടോ എത്ര വണ്ടി കിടക്കുന്നത് നോക്കി, അതിൻ്റെ എഞ്ചിനൊക്കെ കണ്ടോ, ചുണ്ട് തുറന്നു പിടിച്ചേക്കുക, മൊത്തം ഓയിൽ ലീക്കൊക്കെയാ. കണ്ടോ, അതെ, ആ രാവി നദിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കനാലിൽ കൂടെ തിരിച്ചു വിട്ടേക്കുന്ന ഇതേ പോകുന്നത്. അത് കനാലാ, അതായിരിക്കും അവിടെ ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ടേ. അതെ, അവിടെ വെള്ളമില്ല, ഇതിലെ നല്ല വെള്ളമുണ്ട്. കനാലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതെ, കൃഷിക്കൊക്കെ ആയിട്ട് തിരിച്ചു വിട്ടേക്കുന്ന. ഡൽഹി അമൃത്സർ ജലന്ധർ NH 44. മഴയായിരുന്നോണ്ട് നോക്കി നല്ല പച്ചപ്പായി. അതെ, നമ്മളതേ അതിലായിരുന്നു പോയത്, അവിടെ മൊത്തം വെള്ളം കയറി കിടക്കുക. നമ്മൾ അന്നേരം പറഞ്ഞല്ലേ വെള്ളം അടിച്ച് കളയുന്നുണ്ട്. ഇപ്പോഴും വെള്ളം അടിച്ചോണ്ട്. പക്ഷെ ഇതുണ്ട്, അതുകൊണ്ട് അതിലെ വണ്ടി വിടുന്നില്ല, ഇതിലെ വണ്ടികളെല്ലാം വരുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ, വെള്ളം കനാലിൽ കൂടെ നോക്കിയേ നിറഞ്ഞ ഒഴുകുന്നു. അപ്പോൾ അതെ, കൂളിയൊക്കെ കഴിഞ്ഞ് അരി ഇട്ടേക്കാന്ന് വെച്ചു. എന്നാണല്ലോ ഇന്ന് അരി ഇട്ടിട്ടേ ഉള്ളൂ. അതെ, ലോഡ് ഏതൊക്കെയായാലും സെറ്റായില്ല, അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എങ്ങോട്ട് പോകണമെന്നുള്ള തീരുമാനിച്ചിട്ടില്ല, സമയം ഇഷ്ടം പോലെ. അതെ, അതുകൊണ്ട് ചോറും വെച്ച് ശകലം ചിക്കനും ഒക്കെ കറി വെച്ചേക്കാം. അടിപൊളി ഷർട്ടാണല്ലോ. ഷർട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ മേടിച്ചാ. ഇത് കണ്ടിട്ടില്ല, അതേന്ന് ഇവിടെ ചൂടാന്നല്ലേ, മഴയൊക്കെ പെയ്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടാ കഞ്ഞി നാളെ ഉച്ചയ്ക്ക് ഇത് വരെയുള്ള ഇട്ടുതരും കേട്ടോ. ഉണ്ട്. ഈ ലോഡ് വല്ലതും സെറ്റായാലേ അതൊക്കെ കരുതി കൂട്ടിയാ ഇട്ടേക്കുന്നത്. കമ്പനി പോയി പിന്നെ ഒന്നും കാണുകയില്ല കഴിക്കാൻ. അതെനിക്കറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അരിയാനുള്ളതൊക്കെ ഞാൻ അരിയാന്ന് പറഞ്ഞ സമ്മതിക്കുകയല്ല, എന്നോട് അവിടെ എങ്ങാനും ഇരിക്കാൻ. ഞാൻ അരിഞ്ഞോളാന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാലേ, അല്ലെങ്കിൽ പിന്നെ കറി നന്നായി കഴിഞ്ഞാൽ പൊന്നു പറയല്ലേ ഞാൻ അരിഞ്ഞോണ്ടാന്ന്. അതെ, ക്രെഡിറ്റ് കൊണ്ടുപോകും. അതുകൊണ്ടൊന്നുമല്ല, കുക്കിനെല്ലാം പെട്ടെന്ന് തീർക്കണം, അതാണ് പ്രശ്നം. ഇത് എന്റെ ഷർട്ടല്ലേ? ഇതെങ്ങനെ തന്റെ ഷർട്ട്? എന്റെ ഷർട്ടാ. അല്ല, ഇത് കൊച്ചി എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചോണ്ടെന്ന ഷർട്ടാ. അല്ലെന്ന്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് മേടിച്ചോണ്ട് വന്നതാ. അല്ലെന്ന്, ഇത് മീഡിയമാണ്, ഇത് എന്റെയാ. തന്റെ ഒന്നുമല്ല, ഇത് എന്റെയാ. അല്ലെന്ന് സമ്മതിക്കല്ല, ഇത് എന്റെ ഷർട്ട്. ഞാൻ ഫോട്ടോ എടുത്ത് ചിറ്റയ്ക്ക് അയച്ചു കൊടുത്തത്. ഇത് എന്റെ ആണോ തന്റെ ആണോ എന്ന് കൺഫേം ചെയ്തു. എന്റെ കബോർഡിൽ ഇരിപ്പുണ്ട് വീട്ടിലിതാ. ആണോ? പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ. ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞത്, പിന്നെ എന്റെ ഒരു ഒന്നും ഞാൻ സഹായിക്കാന്ന് വെച്ചു. സഹായിച്ചു. അല്ലെങ്കിലും സഹായ മനസ്കത നല്ലതാ. ചിറ്റിക്ക് അയച്ചെടുത്തപ്പോഴേ എന്റെ അല്ല കൊച്ചടല്ല, അച്ഛയുടെ ഷർട്ടാണ്. എന്റെ ആണോ? അച്ഛക്ക് ഇങ്ങനത്തെ ഷർട്ടില്ല, അച്ഛൻ ഹാഫ് കൈ ഇടാറില്ല. അതെ. എവിടെ കൊണ്ടുപോവാ? ഇവിടെ വെക്കണം. ഗ്യാസ് കുറ്റിയുടെ മുകളിലോട്ട് വെക്കാൻ പറയാം. തേങ്ങ എല്ലാം വെള്ളം പറ്റി കേട്ടോ. ഇത് വെള്ളത്തില്ല, പോയി. വെള്ളം ഇല്ലല്ലേ? ഇല്ല, പോയി. ഉണങ്ങിപ്പോയി. എത്ര ദിവസമായി? അതെ, പൊട്ടി ഇരുന്നിട്ട് വെള്ളം പറ്റിപ്പോയി. ഇതിപ്പം ശകലം വെള്ളം ഉണ്ടാവും. കുഴപ്പമില്ല. നല്ല ചിക്കൻ കറി വെച്ചേക്കാം. ആയിക്കോട്ടെ. മുളക് കരിയാപ്പിലൊക്കെ ഇട്ട് വറ്റൽമുളകൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കിളി സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് കൊടുക്കും കേട്ടോ. കിളിയെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ല. ആവശ്യാനുസരണം പ്രാക്ടീസ് കൊടുക്കാം. മതി, പ്രാക്ടീസാ മതി. കുരുമുളക് പിന്നെ ഇടാം, ഇപ്പം വേണ്ട. അത് മുളകൊക്കെ ഇട്ടല്ലോ. ഇപ്പം സബോളയൊക്കെ വഴന്ന് വരുന്നേ ഉള്ളൂ. നല്ലപോലെ വഴന്ന് വന്ന് ഒരു റോസ് കളറാണ്. കേട്ടോ? ബ്രൗൺ കളർ. അത് തന്നെ, കളർ മാറിപ്പോയതാ. ഇപ്പോഴേ നമ്മുടെ ശിശയെ കുറച്ച് തേങ്ങത്തൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു, അതുകൂടെ ഇട്ടൊന്ന് കേട്ടോ വഴട്ടിയെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര തേങ്ങ വലിപ്പമായിരുന്നു. ഇതിപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കേട് തീർത്ത് ചെറുതാക്കി ഈ പ്രാവശ്യം അരിഞ്ഞേക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല. ഇതൊക്കെ മതിയോ? ഇതൊക്കെ മതി. ശകലം കുരുമുളക് പൊടി പുറകെ ഉണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുരുമുളക് പൊടി ശകലം ഇടും. അവിടെ ഇരുന്ന് കുക്ക് ചെയ്യാൻ മേലായിരുന്നോ? അത് ഇരുന്നല്ലേ, അവിടെ ഒരു എത്തുകയില്ല.
ഇവിടെ കാറ്റൊന്നും ഇല്ലായിരുന്നു. ആ സ്റ്റവ് ഇങ്ങനെ വലിച്ചു വെച്ചാൽ മതിയായിരുന്നു. അത് ഇങ്ങോട്ട് വലിച്ചു വെച്ചാലേ ഇത് ശകലം താഴോട്ട് ആ തൂങ്ങിപ്പോവും. അടുക്കള പൊളിച്ചു പണിയാറായി. അതെ, നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കനോട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി വെക്കാം. നമുക്കിനിയിപ്പം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ചിക്കനൊക്കെ റെഡിയായി. ചോറ് കഴിച്ചേക്കാം. ചോറുണ്ടാക്കാം. അച്ചാർ എങ്ങനെയുണ്ട്? അച്ചാർ വേണ്ടായിരുന്നു. ചിക്കൻ കറി നല്ല എരിവ കേട്ടോ. ആണോ? ചിക്കൻ കറി എങ്ങനെയുണ്ട്? നല്ല എരിവ. ആണോ? കൊള്ളാവോ? കറി കൊള്ളാവോ? കറി കൂട്ടിയില്ല, നോക്കട്ടെ. ഇതേ ഇത് കറല, ഇത് മൊത്തം എനിക്ക് ഇട്ടേക്കുന്നേ. കറല ഇങ്ങനെ ഇങ്ങോട്ടോ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, കറല കണ്ട കിളി വിടത്തില്ല. അത് കിളിക്ക് കൊടുക്കുന്ന കിളിവായത് കഴിച്ചു. ഇല്ല, കിളിക്കൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നല്ല എരിവ് കേട്ടോ. അതല്ലേ? അതിനാന്നോ? ചൂടോടെ ആയതുകൊണ്ട്. തണുത്ത് കഴിഞ്ഞാൽ എരിവ് മാറും. കുരുമുളക് പൊടി ഇടണ്ടായിരുന്നു, അത്രയും വേണ്ടായിരുന്നല്ലേ? അപ്പോഴേ നമുക്ക് ലോഡ് ഇതുവരെ സെറ്റായില്ല. അപ്പോൾ നമ്മൾ വഴിയിൽ കുറച്ച് വെയിറ്റ് ചെയ്തു, ലോഡിൻ്റെ കൺഫേം ആകാൻ വേണ്ടിയിട്ട്. മിക്കവാറും സെറ്റ് ആകുമായിരിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ഇതൊക്കെയാണ് പൊന്നു ലോറി ജീവിതം, ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ജലന്ധറിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോഡാവുമെന്നുള്ള പ്രതീക്ഷയിൽ. അതെ, അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇന്നത്തെ കാര്യം എന്താണെന്നുള്ളത്. അതൊരു ഗുരുദ്വാരയാണ്. ഇതുണ്ടോ, ഒരു ഫാമിലി പോകുന്നതുണ്ടോ. ഒരു കുഞ്ഞു കൊച്ചുകൂടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. 4 പേരുണ്ട്. പഞ്ചാബിൽ നിന്ന് നമ്മൾ ഹിമാചലിൽ കയറി. ഡംതാൾ എന്ന് പറഞ്ഞ സ്ഥലം ഇത്. ഡംതാൾ, ഹിമാചൽ പ്രദേശിലെ. ഹിമാചലൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ. ജലന്ധർ 105 കിലോമീറ്റർ. 2 പെട്ടിക്കട പോകുന്നതുണ്ടോ, സഞ്ചരിക്കുന്ന പെട്ടിക്കട. ഈ റോഡ് പിന്നെ നല്ല അടിപൊളി റോഡാ, ലേവൽ റോഡ്. ഏറ്റവും ഇല്ലാതെ നല്ല ടാറിങ് നല്ലതല്ലേ. 4 ലൈൻ പെട്ടെന്ന് ഓടിയെത്തും. ടിപ്പറുകളെല്ലാം ടിപ്പൊക്കെ പൊക്കി വെച്ചേക്കാണല്ലോ. ഓട്ടം കുറവായിരിക്കും മഴയായതുകൊണ്ട്. അതിനത് വെള്ളം കയറി നിന്ന് തുരുമ്പൊന്നും പിടിക്കാതിരിക്കാനാണ് പൊക്കി വെച്ചേക്കുന്നത്. മഴ പെയ്താലും വെള്ളം അങ്ങ് ഒഴുകി പൊക്കോളൂല്ലോ. പഞ്ചാബ് പോലീസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് വീണ്ടും ഈ പഞ്ചാബിൽ നിന്ന് ഇറങ്ങിയിട്ട് അക്കരെ ഹിമാചല. ഇടയ്ക്ക് ഇങ്ങനെ 2-3 സ്ഥലത്ത് ഇങ്ങനെ ഹിമാചൽ കയറുന്നുണ്ട്. കണ്ടോ, ആ ടിപ്പറയിലൊക്കെ വരുന്ന ലോഡ് കണ്ടോ. 12 കിലോ. ബിയാസ് നദിയായത്. വെള്ളമൊക്കെ കുറവാണ്. അത് റെയിൽവേ ലൈനാണ്. ജലന്ധർ, ചണ്ഡീഗഡ്, ഡൽഹി, NH 44. ഹിമാചലിലെ മദ്യത്തിന് വിലക്കുറവാണെന്ന് തോന്നുന്നു പഞ്ചാബിലേക്കാട്ടി. ഇഷ്ടം പോലെ ബോർഡാണ്. അപ്പോൾ അതെ, വീണ്ടും നമ്മൾ ഹിമാചലിൽ നിന്ന് ഇറങ്ങി പഞ്ചാബിലേക്ക് കയറാൻ പോവാം. പഞ്ചാബ് പോലീസ്. കയറി. പഞ്ചാബ് പോലീസ് എന്നെ വീതി കറക്റ്റിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ? അതെ, നമ്മളാ ചൂലും കൊണ്ട് പോയതൊക്കെ ഇതിലെ വരികയാണെങ്കിൽ അല്ല, പകുതി ചൂല് ഭിത്തിയാലിരിക്കും. അപ്പം അങ്ങനെ വീതി കൂടുതലുള്ള ലോഡുകളൊക്കെ പോകാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലൊരു വീതിയുള്ള ട്രാക്ക് ഉണ്ട്. അത് ഒരെണ്ണം ഉണ്ടാവുള്ളൂ ഒരു ടോളിൽ. അത് മിക്കവാറും അടച്ചും വെച്ചേക്കാം. അടച്ചും വെച്ചേക്കായിരിക്കും. അവിടെ നിർത്തി നമ്മൾ അവരെ കൊണ്ടത് തുറപ്പിച്ച് അതുവഴി വേണം പോകാൻ. ഇത് കണ്ടോ, ഇത് മറ്റേ ഉപ്പാ കേട്ടോ, പിങ്ക് സാൾട്ടാ ഈ വണ്ടി ട്രാക്ടറെ പോകുന്നത്. കണ്ടോ, പല കളറിൻ്റെ ഉപ്പ് കണ്ടോ. ഒരു ഷെഡൊക്കെ കെട്ടിക്കണ്ടോ, അതിനകത്ത് ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ എന്നാ പ്രശ്നം? അവിടെ എല്ലാം അല്ല, അതൊരു വണ്ടിയല്ലേ, ഒരു പിക്കപ്പ് ക്രോസ് ഇട്ടേക്കുക. തട്ടിയൊന്നുമല്ല, വേറെ എന്തോ വിഷയമാണ്. ഇവിടെ എന്തോ പ്രശ്നമാണല്ലോ, ഹൈവേ ബ്ലോക്ക് ചെയ്തേക്കുക. എന്താ കാറ് കയറിപ്പോ അത് കയറ്റി വെച്ചേക്കാം. മിക്കവാറും അതിൻ്റെ അടിയെല്ലാം തട്ടിക്കളയും. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരനാ കേട്ടോ. അടി ഇടിച്ച് ഇതിപ്പം അങ്ങോട്ട്. ഓക്കെ, നല്ല പുതിയ വണ്ടിയാണ്. ഇന്ന് ഇവിടെ മൊത്തം പഞ്ചാബിൽ എന്തോ സമരമാണ്. ഇതല്ലേ, റോഡ് ഉപരോധിക്കുക. ഉച്ച വരെ ഉണ്ട്, ഉച്ച വരെ 2 മണി വരെ. ഹൈവേ മൊത്തം ബ്ലോക്ക് ചെയ്തേക്കാണ്. ഇവരുടെ സിഖുകാരൻ ഒരാളെ 31 വർഷമായിട്ട് ജയിലിലാന്നാ പറഞ്ഞത്. ആളെ വിടാത്തതുകൊണ്ടാണ് സമരം. രാവിലെ 1 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചായ വെക്കാം. എന്നാ ചായ വെച്ചേക്കാം. എല്ലാം ഉണ്ടാക്കിയോ? കഴിക്കണേ? കഴിക്കാൻ വേറൊന്നുമില്ല. അല്ല ഉപ്പുമാ വല്ലതും ഉണ്ടാക്കാൻ വേണേ. എന്നാ ഉപ്പുമാ ഉണ്ടാക്കിയ സമയമുണ്ട്. ഉടനെ ഇവിടുത്തെ പ്രശ്നമില്ല. ഉപ്പുമാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ പൊക്കോളാൻ പറഞ്ഞ എന്നെ അതെ, അതൊരു കാറുകാരൊക്കെ സർവീസ് റോഡിൽ കൂടെ കയറി വരുന്നുണ്ട്. അവരെ ഒന്നും വിടുന്നില്ല. അതെ, ബൈക്ക് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ജോലിക്ക് പോകാനൊക്കെ വരുന്ന ആൾക്കാരൊക്കെയാണ്. അതെ, സമരമൊക്കെ അതിന്റെ വഴിക്ക് അവിടെ നടന്നോട്ടെ.
വീണ്ടും ഷീറ്റുകളൊക്കെ കൊണ്ട് വരിക്കുക. കൈസഹായം എന്തെങ്കിലും വേണോ? വേണ്ട, എല്ലാരും നമ്മളെ നോക്കുന്ന കേട്ടോ. ആ ഇത് 2 മണിയായിട്ടേ വിടത്തുള്ളൂ മിക്കവാറും. ആ ആ എന്നാ കഴിക്കാൻ ഉണ്ടാക്കുന്നത്? ഉപ്മാവ് ഉണ്ടാക്കാം. ഉപ്മാവോ? ആ ആ വേറെ കാര്യമുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റി പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. വന്നപ്പോൾ തന്നെ ഒരാൾ പറഞ്ഞിട്ട് പോയി, അന്ന് ടേസ്റ്റ് ചെയ്യാന്ന്. എന്നാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ഉപ്മാവെന്ന് പറഞ്ഞു. എന്നാ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ പോയത്. നമ്മൾ ഇവിടെ വന്നാ പോലീസുകാർ. സമരക്കാരിപ്പോ ഇവിടെ വന്നായിരുന്നു. സമരക്കാർ പറഞ്ഞേ മുന്നേ വന്നിട്ട് വ്ളോഗ് ചെയ്യാൻ പറഞ്ഞു. അതെ, അവർക്കൊരു പരസ്യം ആയിക്കോളൂല്ലോ. ഞാൻ കരുതി നമ്മളോട് മുമ്പിലോട്ട് വേണ്ടി കയറി പൊക്കോ, മുമ്പിലോട്ട് കേട്ടിട്ട് പറയുന്നത് ഞാൻ കരുതി. അതെപ്പോഴാണ് മനസ്സിലായി. അപ്പൊ അച്ഛൻ ചോദിച്ചു വണ്ടി വിടിയല്ലോ ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അവര് അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഉപ്പുമാവൊക്കെ ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. അല്ല, ഞാൻ ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉണ്ടെന്ന് ഉണ്ടാക്കിയായിരുന്നു. എക്സ്പേർട്ട് അച്ഛനോട് ചോദിച്ചാൽ മതി. ആണോ? എന്നാ ബോംബെക്ക് പോയപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയ ഉപ്പ് കൂടി ഉപ്മാവ്. അതെ, ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കിയാന്ന്. അതൊക്കെ ശാലം എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതിനൊന്നും പറയണ്ട പോലും. എന്താണേലുവേ നാഷണൽ ഹൈവേയിലിട്ട് കുക്ക് ചെയ്യുന്ന ആദ്യം റോഡിൽ നിർത്തി. റോഡിൽ തന്നെ നിർത്തി. അതിനൊരു ഭാഗ്യം എനിക്കും ഉണ്ടായി. അതെ, അത് NH 44. അതെ 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 അതെ, അത് ശരിയാ കേട്ടോ. എണ്ണയൊക്കെ ചൂടാ, നമുക്ക് കടുക് പൊട്ടിച്ചേക്കാം കേട്ടോ. മുളകൊക്കെ കുറച്ചിട്ടാ മതിയായിരുന്നു. ഉള്ളിയൊക്കെ നല്ലപോലെ നമുക്ക് ശാലം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, റവ ഇട്ട് കൊടുക്കാം. വെള്ളം കറക്റ്റ് ഒഴിച്ചപ്പോ ഇവിടെ 2 പേര് പോരെന്നും പറഞ്ഞ് ഒഴിച്ചു. അല്ല, അതൊക്കെ ഇപ്പൊ ശരിയായിക്കോളും. അത് മതിയായിക്കോ, അതൊക്കെ ശരിയാവും. ഇപ്പം നിങ്ങൾ ഇളക്കിക്കോ. കണ്ടോ വെള്ളം കട്ട് ചെയ്ത് കണ്ട് ആർമി വണ്ടി വരണം വന്നിട്ടുണ്ട്. അവരെയൊക്കെ വിടും, വിടാതിരിക്കാൻ പറ്റുമല്ലോ. അവരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് നമ്മളെ കൂടെ ഒന്ന് പറഞ്ഞു പിടിച്ചായിരുന്നു നല്ലതായിരുന്നു. അതെ, അപ്പൊ അതെ ഉപ്മാവ് റെഡി. ചായയും കൂടെ വെച്ചേക്കാം. അതെ, നാടൻ പാല് കിട്ടിയിട്ടുണ്ടല്ലോ. ചായയാണോ കാപ്പിയാണോ? കാപ്പി. കാപ്പിയാണോ? ലോറികളൊക്കെ ഇപ്പുറത്തെ ലൈനിൽ കൂടെ കയറി വരുന്നുണ്ട്. അവിടെ പോലീസുകാരില്ലെന്ന് തോന്നുന്നു. ഇതിലെ എല്ലാം വണ്ടികൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടേ, അവര് വിടുന്നില്ല. മൊത്തം വഴി ബ്ലോക്കാകും കേട്ടോ. ആ പാടെ പ്രശ്നമാവും. അതെ, കാര്യം ആൾക്കാരധികം ഒന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. 100 പേര് പോലും ഇല്ല. കാപ്പിയും ഉപ്മാവും റെഡിയായി. കഴിച്ചാലോ? കഴിച്ചേക്കാം. വേറെ ഇവിടെ പഴമൊന്നും കിട്ടത്തില്ല, ഉള്ളത് കൊണ്ട് കഴിച്ചേക്കാം. അത്രേ ഉള്ളൂ. കാപ്പി, നാടൻ കാപ്പി. നോക്കട്ടെ ഉപ്പ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആഹാ, എന്താ ടേസ്റ്റ്. അല്ല, നല്ല. പക്ഷെ ഇച്ചിരി പഞ്ചസാര ഇല്ലായിരുന്നു. ഇനി പഞ്ചസാര ഇല്ല, തീർന്നു. ഇനി മേടിക്കണം. പഴമോ അങ്ങനൊന്നും വേണ്ട. എന്നാൽ ഇച്ചിരി പഞ്ചസാര തീർന്നു പോയോ? കാണുമായിരിക്കും വണ്ടിക്കകത്ത്. തീർന്നു. ഇനി പുറയിലുണ്ടോന്ന് തപ്പണം. ഉപ്മാവ് തണുത്ത് പോകും, അതുകൊണ്ട് പിന്നെ തപ്പാൻ പോയില്ല. എവിടെ ഇട്ടാ പഞ്ചസാര? ഇതിനകത്ത് ഒന്നും ഇത് ഒത്തിരി ഉണ്ട്. താനും ഉണ്ട്, കുറച്ചേ ഉള്ളൂ. പഞ്ചസാര പേരിനുള്ള പഞ്ചസാര ഉള്ളൂ, തീർന്നായിരുന്നു. കടയൊന്നും ഇല്ലല്ലേ? കടയൊന്നും തുറക്കാനും ഒരു സമ്മതിക്കലെന്ന് തോന്നുന്നു. കടയുണ്ട്, പക്ഷെ തുറന്നിട്ടില്ലല്ലോ. ഇപ്പോഴേ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ അടച്ചേക്കാം. അതെ, നമ്മുടെ സമയം വളരെ മോശമാണ്. അതെ, ലോഡ് അങ്ങോട്ട് ആകുന്നില്ല അല്ലേ? അതെ, കിളി ചൂട് കാരണം മടുത്ത് വണ്ടിക്കകത്തിരിക്കുക. കിളി ഇങ്ങനെ ഇത്രയും ലോങ് വന്നിട്ടില്ല ലോറിയല്ലേ? അത് ലോറിയിൽ ഇത്ര ലോങ് വന്നിട്ടില്ലല്ലോ. മടുത്ത്. അതെ, നമ്മൾ 7 മണി ആയപ്പം 7:10 ആയപ്പോൾ ഇവിടെ വന്ന സമയം ഇപ്പോൾ 9:10 2 മണിക്കൂറായി. ഇവർ 2 മണി വരെയാണ് ഇവരുടെ സമരം. മിക്കവാറും 2 മണി കഴിഞ്ഞേ വിടത്തുള്ളൂ. അപ്പോൾ ഒരു ലോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ചെല്ലുമ്പോൾ ഇനി ലോഡ് കയറ്റാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്നാണേലും ഇവിടെ കിടക്കുക അത് തന്നെ.